കേരള സർക്കാരിന്റെ 4ാം വാർഷികമായിട്ട് അനുബന്ധിച്ചുള്ള കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ 2 പോർഷനായിട്ടാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് തിരുവനന്തപുരം യൂണിറ്റ് ഇവിടെ സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻഡോർ, അത് വിജ്ഞാനപ്രദമായ രീതിയിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ കെട്ടിടങ്ങളിലെ ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റാളേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും, ഫസ്റ്റ് എയ്ഡിൽ CPR, ചോക്കിംഗ് എന്നിവയെക്കുറിച്ചും അതുപോലെ സ്കൂബ ഡൈവിംഗ്, ജലസുരക്ഷ എന്നിവയെക്കുറിച്ചുമുള്ള അവബോധം സൃഷ്ടിക്കുന്ന സ്റ്റാളാണ് നമ്മൾ ഇൻഡോർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മളിവിടെ ഔട്ട്ഡോർ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള റോപ്പ് റെസ്ക്യൂ ടെക്നിക്കുകളാണ്. അതായത് ഹൈറൈസ് ബിൽഡിങ്ങുകളിലെ രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ ജലരക്ഷാപ്രവർത്തനങ്ങൾക്കും നമുക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലുള്ള 4 റോപ്പ് റെസ്ക്യൂ മെത്തേഡുകൾ, അതുപോലെ ഉപയോഗിക്കാവുന്ന കിണർ റെസ്ക്യൂ ഉപയോഗിക്കുന്നതും ഹൈറൈസ് ബിൽഡിങ്ങിലെ റെസ്ക്യൂവിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ലാഡറുകളും അതുപോലെ ട്രിപ്പോഡ് സ്റ്റാൻഡുകളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് നമ്മൾ കാണുന്നത് ബർമ ബ്രിഡ്ജാണ്. 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തും. അതുപോലെ കമാൻഡോ ബ്രിഡ്ജ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് റോപ്പ് റെസ്ക്യൂ സ്കൂപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് തൈറോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൈറോളിൽ നമ്മൾ ഡെമ്മി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 കാര്യങ്ങൾ, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് ഉപകരണമായ റോബോ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. റോബോ എന്ന് പറയുന്ന അൺമാൻഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ആണ്. ഇത് നമ്മൾ ഹൈറൈസ് ബിൽഡിങ്ങുകളിലോ വ്യത്യസ്തമായ ടെറൈനുകളിലോ പോയിട്ട് ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ റോബോയ്ക്കുണ്ട്. ഇത് റിമോട്ട് ഓപ്പറേറ്റഡ് ആണ്. അതുപോലെ തെർമൽ ഇമേജിംഗ് ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ റോബോയുടെ മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്നത് മൂലം നമുക്ക് കെട്ടിടത്തിനുള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇത് തരും. LPG ഫയറിനെ കുറിച്ചുള്ള മറ്റൊരു ഡെമോയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, കെട്ടിടങ്ങളിലും മാളുകളിലും എല്ലായിടത്തും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ABC ടൈപ്പ് DCP എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും, അതൊരു LPG ഫയറിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും, അതൊരു ഓയിൽ ഫയറിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മൾ ഡെമോയിലൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ആ ഒരു ക്രമീകരണം ചെയ്തിട്ടുള്ളത്.